നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക. രാവിലെ ഇഡ്ഡലിയും സമ്മന്തി. അപ്പം നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ ഒരു ശകലം നെയ്യാണ് നമ്മൾ കൂട്ടും. നല്ലോണം എളുപ്പം ഇളകി വരും. അതിന് വേണ്ടി ഇച്ചിരി നെയ്യ് അപ്പോൾ അതിലും കൂടെ നമുക്ക് കൂട്ടാം. അപ്പം നമ്മളെ ഇന്നലെ അരിമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് കുളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒന്നും കൂടെ ചൂടായിട്ടുണ്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇഡ്ഡലിക്ക് അങ്ങോട്ട് കോരി വെക്കാം. നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് നമ്മൾ കോരി വെച്ചു. അപ്പം നമുക്ക് ഇപ്പുറത്തേതും കൂടെ ഒരെണ്ണം കൂടെ വരും. നമ്മുടെ ഇഡ്ഡലിത്തട്ടി നമ്മൾ മാവെല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇഡ്ഡലി ഒന്ന് റെഡിയാകും. അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് നമുക്ക് ഒരു മുറി തേങ്ങ തിരുമ്മി ചമ്മന്തി അരയ്ക്കും. അപ്പം ഞാൻ ചമ്മന്തി അരയ്ക്കാൻ തേങ്ങ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇന്നലെ വെച്ച് സാമ്പാർ കുറച്ചിരിക്കുന്നു. അപ്പം പിന്നെ വിചാരിച്ച് ചമ്മന്തി വേണ്ട, സാമ്പാറുണ്ട്. അപ്പം ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും രാവിലെ. നമ്മുടെ ഇഡ്ഡലി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ശകലം വെള്ളം തൊട്ടൊന്ന് കയ്യേ നോക്കാം ഇഡ്ഡലി വെന്തിട്ടുണ്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഒരു ശകലവും കൂടെ ആയിട്ട് നമുക്ക് എടുത്തു നമ്മുടെ ഇഡ്ഡലി ഞാനൊന്ന് വെന്തോന്ന് നോക്കട്ടെ. ഇഡ്ഡലിയെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം ഇഡ്ഡലിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി അങ്ങോട്ട് വാങ്ങി. അപ്പോൾ എല്ലാവരും ഇന്ന് എനിക്ക് രാവിലത്തെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. എന്നിട്ട് അടിപൊളി ഇഡ്ഡലി നമ്മൾ വെന്തു. ഇനി ഇതൊന്ന് ആറിയിട്ട് ഇളക്കി വെക്കണം, ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.